ഇന്ന് അനുവേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് നേരത്തെ എത്തി. എന്തായാലും നേരത്തെ വന്നതല്ലേ, തനുവിനെ ഒന്ന് അക്വേറിയം കാണിക്കാൻ കൊണ്ടുപോയാലോ എന്ന് ചോദിക്കേണ്ട താമസം ഞങ്ങൾ റെഡിയായി ഇറങ്ങി നേരെ മാൾ ഓഫ് മസ്കറ്റിലേക്ക് പോയി. അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ എത്താൻ ലേറ്റായി. തിരിച്ചാണെങ്കിൽ വേഗം വരാൻ വേണം. അതുകൊണ്ട് തന്നെ കാണാൻ പോയ അക്വേറിയം ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, ഇനിയും ടൈമുണ്ടല്ലോ. എന്തായാലും കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഞാൻ ഈ അക്വേറിയം മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും തനു കണ്ടിട്ടില്ല. അവനെ കാണിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇറങ്ങിയത്. ഇന്നത്തെ ദിവസം ഫുൾ മൂണും കൂടെ ആയതുകൊണ്ട് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴേക്കും പാർക്കിംഗ് സ്ലോട്ടുകളൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഒരു റൗണ്ട് കറങ്ങിയിട്ടും പാർക്കിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അനുവേട്ടൻ പാർക്കിംഗ് തപ്പിപ്പോയി. അനുവേട്ടൻ വരുന്നവരെ ഞങ്ങൾ ആ പൂർണ്ണചന്ദ്രനെയൊക്കെ നോക്കി കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്നു. അനുവേട്ടൻ വന്നതും നേരെ അകത്തേക്ക് കയറി. ഈ ഗൾഫിലൊക്കെയുള്ള മാളുകളിൽ ഇപ്പം നാട്ടിലും ഒന്നും തോന്നുന്നു. ഈ പനകൾക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടല്ലേ. ഗൾഫായതുകൊണ്ടൊക്കെ ആയിരിക്കും. ദേ തനു ആ ഡബിൾ ഡക്കറൊക്കെ നോക്കി വണ്ടടിച്ച് നിൽക്കുകയാണേ. അതിലും വണ്ടടിക്കാനുള്ള കാഴ്ചകളായിരുന്നു ഉള്ളിൽ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ബാക്കിലായിട്ട് അക്വേറിയത്തിൻ്റെ ചെറിയൊരു പോർഷൻ കണ്ടതാണ് കേട്ടോ അത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ദേ നിൽക്കുന്നു കുറേ പെൻഗ്വിൻ. കുറച്ചധികം പെൻഗ്വിൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരിത്തിരി നീന്തി തുടിച്ച് ക്ഷീണത്തിൽ ഇത്തിരി റെസ്റ്റ് ചെയ്യാൻ നിന്നതാണെന്നാണ് തോന്നുന്നത്. തനു ആണെങ്കിൽ അതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ മാത്രമല്ല, ഞങ്ങളും അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. തനുവുള്ള ഏകദേശം എല്ലാ വീഡിയോസിലും ഞാൻ ഈ എക്സൈറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ചെയ്യുക, അവനീ പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നതിനനുസരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അക്വേറിയത്തിലേക്ക് വരാം. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഷാർക്കുണ്ട്, തെരണ്ടിയുണ്ട്, പിന്നെ പേരറിയാത്ത ഏതൊക്കെയോ മീനുകളുണ്ടായിരുന്നു. ശരിക്കും ഈ അക്വേറിയത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ മറൈൻ എക്സ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിബിഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ ബീച്ചിലൊക്കെ. അതിൻ്റെ ഒരു 4-5 ഇരട്ടി വലുപ്പമുണ്ടെന്ന് തോന്നുന്നു ഇത്. ഈ മാളിൻ്റെ എല്ലാ ഫ്ലോറുകളും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം ഏകദേശം ഊഹിക്കാമല്ലോ. ഒരു ചെറിയ കടൽ തന്നെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതേ നോക്കൂ, ഇത് കാണുമ്പോൾ സ്ലോ മോഷനിലിട്ട് എഡിറ്റ് ചെയ്താന്ന് തോന്നണില്ലേ? എന്നാലല്ല, ഈ തിരണ്ടികൾ ഇങ്ങനെ തന്നെയാണ് നീന്തുന്നതെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ. തിരണ്ടികളെയും ഷാർക്കുകളെയൊക്കെ നോക്കി നിന്ന് സമയം പോകുന്നതന്നെ അറിയില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. കണ്ട കാഴ്ചകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ കാഴ്ചകൾ തന്നെ അതിൻ്റേതായ ഭംഗിയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. അവിടുത്തെ ലൈറ്റിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സും കൊണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അത് ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയായാലും മസ്കറ്റിൽ വരുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ ഈ അക്വേറിയം മിസ് ചെയ്യാതിരിക്കണം. അത്രയ്ക്ക് ഭംഗിയുണ്ട്. അത് കാണാൻ കയറിയാൽ എന്തായാലും ഒരു നഷ്ടമാവില്ല. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ ഇതേ മാളിൻ്റെ നടുക്കിരുന്നവർ മനോഹരമായ വയലിൻ വായിക്കുന്നു. ഏതെങ്കിലും അറബി ഗാനങ്ങളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ വായിച്ച് വന്നപ്പോൾ നമുക്ക് പരിചയമുള്ള പാട്ടുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടാം കേട്ടോ. പാട്ട് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നേ. അങ്ങനെ നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് പോയി. അവിടെയാണെങ്കിൽ വേറൊരു ലോകം തന്നെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കൊക്കെ സെറ്റ് ഇടുന്നത് പോലെ ഒരു വെസ്റ്റേൺ കൺട്രിയിലെ സ്ട്രീറ്റിൻ്റെ ഒരു സെറ്റാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ടവർക്ക് പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു അഡ്വഞ്ചർ പാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നടന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ തനു മെല്ലെ പോയി കുറച്ച് അഡ്വഞ്ചറൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ നടന്ന് നമ്മൾ പിന്നെ വേഗം തിരിച്ചിറങ്ങി. തനുവിന് ശരിക്കും കാഴ്ചകളൊന്നും കണ്ടു മതിയായിട്ടില്ലായിരുന്നു. തനുവിന് മാത്രമല്ല ഞങ്ങൾക്കും. ഇനിയും വരാമല്ലോ എന്ന പ്രതീക്ഷയിലും ആഗ്രഹത്തിലും ഞങ്ങൾ പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നിങ്ങൾക്കും കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.